അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി ചേർന്നിട്ടുണ്ട് എന്ന MV ഗോവിന്ദന്റെ പ്രസ്താവനയെ വോട്ടെടുപ്പിന്റെ തലേന്ന് രാഷ്ട്രീയ ആയുധമാക്കി UDF. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഓർമ്മപ്പെടുത്തൽ അത്ര നിഷ്കളങ്കമാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. RSSുമായി CPMന് ഒരു കാലത്തും സഖ്യമുണ്ടായിട്ടില്ലെന്നും ഇനി ഉണ്ടാകുകയില്ല എന്ന വിശദീകരണവുമായി MV ഗോവിന്ദനും രംഗത്ത് വന്നു. അടിയന്തരാവസ്ഥ കാലത്ത് അർത്ഥഫാസിസത്തെ നേരിടാൻ RSSുമായി കൂട്ടുകൂടിയിരുന്നു എന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവനയാണ് വിവാദമായത്. ചാനൽ അഭിമുഖത്തിൽ വന്ന പ്രസ്താവന നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ചൂടേറിയ രാഷ്ട്രീയ വാക്പോരിനാണ് തുടക്കമിട്ടത്. എന്നാൽ UDF ആകട്ടെ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ CPMനെതിരെ കൃത്യമായി രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കൂട്ടുകെട്ടിനെ കുറിച്ച് വോട്ടെടുപ്പിന്റെ തലേ ദിവസം പറഞ്ഞത് ബോധപൂർവമാണെന്നും ഈ ഓർമ്മപ്പെടുത്തൽ അത്ര നിഷ്കളങ്കമായി കാണാനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നമ്മൾ വേർപിരിഞ്ഞെങ്കിലും ഇടയ്ക്ക് വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. പ്രസ്താവന വിവാദമായതോടെ വിശദീകരണവുമായി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. RSSുമായി CPMന് ഒരു കാലത്തും കൂട്ടുകെട്ടുണ്ടായിട്ടില്ല എന്നും ഇനി ഉണ്ടാകില്ല എന്നും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. RSSുമായിട്ട് ഒരു ബന്ധവും രാഷ്ട്രീയമായിട്ട് CPMനില്ല. അന്നുമില്ല, ഇന്നുമില്ല, ഇനി നാളെയില്ല. അന്നുമില്ല, ഇന്നുമില്ല, നാളെയില്ല. ഒരു കാര്യവും അതിൻ്റെ അകത്ത് വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പോഴുമില്ല, അന്നുമില്ല, ഇനിയും ഉണ്ടാവില്ല. നിലമ്പൂരിൽ MV ഗോവിന്ദനിലൂടെ വീണ് കിട്ടിയ ആയുധം പ്രസ്താവന യുദ്ധത്തിലേക്ക് വഴിമാറി. RSSന്റെ വോട്ട് നിലമ്പൂരിൽ ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു കള്ളക്കളിയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയത്. ഈ പറയുന്ന ഹിന്ദുത്വ തീവ്രവാദവുമായി CPM ലീഡർഷിപ്പ് അടുക്കുന്നതിൻ്റെ ഒരുപാട് തെളിവുകൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുമായി അവിടെ ഒരു കൂട്ട് കച്ചവടം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം അപകടം മുൻകൂട്ടി കണ്ട CPM സ്ഥാനാർത്ഥി M സ്വരാജ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ വ്യക്തത വരുത്തി. ജനതാ പാർട്ടിയുമായി ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടി അല്ല, അല്ലെങ്കിൽ RSS അല്ല. RSSുമായി ഒരു തരത്തിലുമുള്ള നീക്കുപോക്കോ ബന്ധമോ ചരിത്രത്തിൽ എവിടെയും CPIMനില്ല, ഇടതുപക്ഷത്തിനുമില്ല. എന്നാൽ 50 വർഷം മുമ്പുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതെന്ന മറുപടിയാണ് CPI സംസ്ഥാന സെക്രട്ടറി നൽകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.